ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് 2 ദിവസത്തിൽ ഇറാനുമായിട്ട് വീണ്ടും ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ചർച്ച നടക്കാനുള്ള സാധ്യത ഉണ്ടാവും. കാരണം ഞാൻ ഇൻസൈറ്റ്സ് മലയാളത്തിൽ ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇറാനുണ്ടായിരിക്കുന്ന എക്കണോമിക് ലോസ് പെർ ഡേ 4000 കോടിക്ക് മേളിലാണ് പെർ ഡേ ഇറാന് ലോസ്. ഇന്ത്യൻ മണി കണക്കാക്കി കഴിഞ്ഞാൽ $US പറയുകയാണെന്നുണ്ടെങ്കിൽ 430 മില്യൺ പെർ ഡേ ലോസ് ആണ്. ഇത് ചെറിയ ലോസ് അല്ല. യുദ്ധം നടക്കുന്ന സമയത്ത് അവർ ഇതിനു മുമ്പ് ഉണ്ടാക്കി വെച്ചിരുന്ന മിസൈലുകളാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ നിലവിലെ എക്കോണമിയെ ബാധിക്കത്തില്ല. കാരണം അവർ ഇതിനു മുമ്പ് തന്നെ സ്വരുക്കൂട്ടിയ പൈസയിൽ നിന്നാണ് ആ മിസൈലുകളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇനി അവരുടെ ഉള്ളിൽ തകർക്കപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർസ് അതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ഡാമേജ് ആണ്. അപ്പോൾ അതൊക്കെ അവർ ഈ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നോക്കുമ്പോഴത്തേക്കും അമേരിക്കയ്ക്ക് വഴങ്ങുന്നതിൽ ഒരു ലെവറേജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് ഇപ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങുന്നത്? അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്റ്റബണായിട്ട് തീരുമാനമെടുക്കാം. അവരെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്ന് ചർച്ചയിൽ വന്ന് പങ്കെടുത്തിട്ട് അതിന് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോയി. അപ്പോൾ എന്തായാലും ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഒരു എക്കണോമിക് ബ്ലോക്കേഡ് കൊണ്ടുവന്നിട്ട് ഇറാനെ ടേബിളിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തുന്നത്. അപ്പോൾ ഇപ്പം അമേരിക്കയ്ക്ക് ലെവറേജ് ഉണ്ട്. സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ഇപ്പം അമേരിക്കയുടെ കൺട്രോളിലാണ്. അമേരിക്കയുടെ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇറാന്റെ ഓരോ പോർട്ടുകളും പോയി കൈയടക്കിയിട്ടില്ല. അതിന് പകരം അവർ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിന്റെ വെളിയിൽ അവരൊരു ചെക്ക് പോയിന്റ് തീർത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ അമേരിക്കയുടെ ഷിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അവിടെ കടന്നു പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്കയുടെ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് ഉണ്ടാവും, ആക്രമണവും ഉണ്ടാവും. അതിനെ ലംഘിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആക്രമണം ഉണ്ടാവും. ഇത് അമേരിക്ക പറഞ്ഞിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നോ ഒബ്ജക്ഷൻ ആണ്. കാരണം യുദ്ധം നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇറാൻ മനഃപൂർവ്വം തടഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പം ഭാവിയിൽ ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട് കോറിഡോറായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കും അതിൻ്റെ ഫ്രീഡം കിട്ടണം. അപ്പോൾ അതിനുവേണ്ടി അവർ ഈ ത്യാഗം, ഈ സാക്രിഫൈസ് സഹിക്കാൻ അവർ തയ്യാറാണ്. അതാണ് അവർ മിണ്ടായിരിക്കുന്നത്. മറ്റുള്ള മാധ്യമങ്ങളിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തി ചർച്ചയിൽ അവരെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലുള്ള വാർത്തകൾ, നരേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഫേക്കാണ്. കാരണം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അറിവുണ്ട്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക 21 മണിക്കൂർ ചർച്ച നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അതാത് രാജ്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് ടെൻഷൻ ഇല്ല ഈ വിഷയത്തിൽ. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് പ്രീ കണ്ടീഷൻ എന്താണ്? ഇറാന്റെ യുദ്ധം നിർത്താനുള്ള പ്രീ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എൻറിച്ച്ഡ് യുറേനിയം കൈമാറുക. അതാണ് ഒരു പ്രീ കണ്ടീഷൻ. ഈ പ്രീ കണ്ടീഷനാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്നും പറയുന്നത്. ട്രംപിന്റെ ടീം നെഗോസിയേഷനിൽ പറയുന്നതും ഇതൊക്കെ തന്നെയാണ്. ലെബനാൻ ഇസ്രായേൽ നെഗോസിയേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിച്ച പോലെ അത്ര എഫക്റ്റീവായിട്ട് നടന്നില്ല. അമേരിക്കയുടെ റെപ്രസെൻറ്റേറ്റീവ് ഇൻക്ലൂഡിംഗ് മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ജോസഫ് ആവോൻ ശരിക്കും ലെബനന്റെ ഉള്ളിൽ ഹെസ്ബുള്ളകളുമായിട്ട് ഒരു ക്ലാഷ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ച മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിച്ചിരുന്നത്. നേരത്തെ കൂട്ടി തന്നെ തീരുമാനിച്ച ഒരു ചർച്ചയാണിത്, ലെബനാൻ ഇസ്രായേൽ ചർച്ച എന്ന് പറയുന്നത്. ആ ചർച്ചയിൽ ഒരു പോയിന്റാണ് ഏറ്റവും പ്രീഷ്യസ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തത്. ഹെസ്ബുള്ള ഡിസാം ചെയ്യുക എന്നുള്ളതാണ്. ഹെസ്ബുള്ള ആയുധം വെച്ച് കീഴടങ്ങുക. അതാണ് ഇതിൽ ഒരേ ഒരു സൊല്യൂഷൻ. അല്ലാതെ ഇനിയും ആയുധങ്ങളുമായിട്ട് ഹെസ്ബുള്ള ലെബനാന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഇസ്രായേൽ അവരുടെ പണി തുടരുമെന്നാണ് ഇതിന് പറഞ്ഞയച്ചിരിക്കുന്നത്. ഈ ചർച്ചയൊന്നുമല്ല, ലെബനാനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ. ഖൊമേനിയുടെ സപ്പോർട്ടറായിട്ടിരുന്ന ഒരു വ്യക്തി, ഹെൽപ്പറാണ്, അയാൾ പറഞ്ഞിരിക്കുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് ശരിക്കും ട്രംപിന് തന്നെയായിരിക്കും തിരിച്ചടിയാവുക എന്നുള്ളൊരു പ്രഡിക്ഷനാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ട്രംപിനല്ല ശരിക്കും തിരിച്ചടിയാവാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാന് തന്നെയാണ്. 430 മില്യൺ പെർ ഡേ ആണ് ഇറാൻ ഉണ്ടായിരിക്കുന്ന നഷ്ടം. ഹെസ്ബുള്ള ഇന്നും നോർത്തേൺ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. ഇറാൻ ഇന്ന് ഇറാഖിന്റെ ഉള്ളിലുള്ള കുർദിഷ് ടീമുകളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ഇറാഖിന്റെ ഉള്ളിൽ. അതായത് അവരും വെറുതെ ഇരിക്കുന്നില്ല, ഇറാനും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്ക സ്ട്രൈറ്റ് ഓഫ് ഹോർമോസിൽ നടത്തിയിരിക്കുന്ന ഈ ഒരു ബ്ലോക്കേഡ് ത്രൂ ഇറാൻ ചർച്ചയ്ക്ക് വീണ്ടും എത്തും എന്ന് തന്നെയാണ് അമേരിക്ക ഉറച്ചു വിശ്വസിക്കുന്നത്. മോദിയും ട്രംപും തമ്മിൽ ഒരു ടെലിഫോൺ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഏറ്റവും കൂടുതൽ അവർ ചർച്ച നടത്തിയത്. എത്രയും വേഗം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമോസ് പൂർണ്ണമായിട്ടും ഓപ്പൺ ആവും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ട്രംപിൻ്റെ അടുത്ത് പങ്കുവച്ചത്. ട്രംപ് പറഞ്ഞിരിക്കുന്നത് നിർത്തിവെച്ച ചർച്ച 2 ദിവസത്തിൽ പാകിസ്ഥാനിൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടുള്ള കോൺഫിഡൻസിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് മീൻസ് ബാക്ക് ഓഫീസിൽ ചർച്ചകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാൻ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്.
അമേരിക്കയുടെ ബ്ലോക്കേഡ് തുടങ്ങി 24 മണിക്കൂർ കടക്കുമ്പോൾ സെൻകോം പറഞ്ഞിരിക്കുന്നത് ഒരു ഷിപ്പ് പോലും അമേരിക്കയെ മറികടന്ന് ഈ ബ്ലോക്കേഡിനെ മറികടന്ന് സ്റ്റേറ്റ് ഓഫ് ഹോർമോസ് പാസ് ചെയ്ത് പോയിട്ടില്ല എന്നുള്ള വാർത്തയാണ് സെൻകോം പറയുന്നത്. ചൈനയും റഷ്യയും തമ്മിൽ ഈ സ്റ്റേറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ചുള്ള കൺസേൺ രേഖപ്പെടുത്തിക്കൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം ചർച്ച നടത്തിയിരിക്കുകയാണ്. എന്താണ് എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കെതിരെയുള്ള തീരുമാനങ്ങൾ തന്നെയായിരിക്കും, അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷെ അതേസമയം ചൈന വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കും. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ ഇറാന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് ചൈനയാണ്. മിഡിൽ ഈസ്റ്റ് റീജിയനിലുള്ള പ്രത്യേകിച്ച് സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അതാത് രാജ്യങ്ങളുടെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് ഇസ്താൻബുളിൽ വെച്ചിട്ട് നടക്കുന്നുണ്ട്. സ്റ്റേറ്റ് ഓഫ് ഹോർമോസിനെ കുറിച്ചുള്ള ചർച്ച നടത്താനാണ് പ്രധാനമായിട്ടും ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്ത് ആർക്കൊക്കെ വിയോജിപ്പ്, അമേരിക്കയുടെ പ്ലാൻ എന്താണ് സ്റ്റേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ബ്ലോക്കേഡ് എത്ര നാളത്തേക്ക് നീണ്ടു നിൽക്കും, ഇതുകൊണ്ടുണ്ടാകാവുന്ന നഷ്ടം എന്താണ്, ഇങ്ങനെയുള്ള പല വിഷയങ്ങളാണ് ഇസ്താൻബുളിൽ വെച്ചിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇറാൻ മറ്റു മാർഗങ്ങളിലൂടെ അമേരിക്കയുമായിട്ട് നെഗോസിയേഷന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വാർത്തയും വരുന്നുണ്ട്. സ്കോട്ട് ബെസന്റ് ആണ് ഈ വാർത്ത പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ സെൻകോമിന്റെ കമാൻഡർ ബ്രാഡ് കൂപ്പർ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട്. ഇസ്രായേലിൽ ടോപ്പ് ബ്രാസ് മിലിറ്ററി മീറ്റിംഗ് ആണ് നടത്തിയത്. ഇത് പ്രധാനമായിട്ടും ഇറാനാണ് മെയിൻ വിഷയം. അതിന്റെ കൺസേൺ രേഖപ്പെടുത്തിക്കൊണ്ട് ഇസ്രായേലിനെ ലെബനന്റെ വിഷയത്തിലായാലും ശരി തന്നെ, അതേപോലെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലും അമേരിക്ക ഇറാൻ ചർച്ച നടക്കുന്ന സമയങ്ങളിൽ കുറച്ച് സംയമനം പാലിക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തികച്ചും ഇസ്രായേലിൻ്റെ അടുത്ത് ചർച്ച നടത്തിയിട്ട് മിലിറ്ററി ആക്ഷൻ ഫ്യൂച്ചറിൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബ്രീഫ് മീറ്റിംഗ് ആണ് അവിടെ നടത്തിയത്. ഇസ്രായേലിൻ്റെ IDFന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിട്ടുള്ള ഇയാൽ സാമിർ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ലെബനന്റെ ഉള്ളിൽ ഹെസ്ബുള്ള തീവ്രവാദികൾ എങ്ങനെയാണ് ആയുധം കടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് IDF ഒരു വീഡിയോയിലൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതായത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഹിഡൻ ആയിട്ട് ഒളിഞ്ഞും മറഞ്ഞും ഒക്കെ നിന്നുകൊണ്ടാണ് ആയുധങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് എടുത്തെറിഞ്ഞ് ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് ശരിക്കും ആയുധക്കടത്ത് ലെബനന്റെ ഉള്ളിൽ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇസ്രായേൽ ഇന്ന്, അതായത് 14-ാം തീയതി ലെബനാൻ ഇസ്രായേൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ തന്നെയാണ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. കാരണം ആയുധങ്ങൾ അത്ര എളുപ്പത്തിലാണ് ലെബനന്റെ ഉള്ളിൽ ഹെസ്ബുള്ളകൾക്ക് അവൈലബിൾ ആകുന്നത്. അപ്പോൾ അത് ഏത് മാർഗവും തടയണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ആ നിലപാടിൽ ഒരു മാറ്റം വരുത്തില്ല. അതുകൊണ്ട് ഹെസ്ബുള്ള ആയുധങ്ങൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ ലെബനനിൽ നിന്നും പരമാവധി ഹെസ്ബുള്ള മാറിപ്പോണം എന്നുള്ളതാണ് ഇസ്രായേലിന് താല്പര്യം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ലൊക്കേഷൻ മാപ്പിൽ ഇസ്രായേൽ ലെബനാൻ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ലൊക്കേഷനുകൾ ടാർഗറ്റ് ചെയ്താണ് ഹെസ്ബുള്ള റോക്കറ്റുകൾ അയച്ചത്. ഒരു ഡ്രോൺ കൃത്യമായിട്ട് നഹാരിയ ഭാഗത്ത് വന്ന് പതിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം തന്നെ ഇസ്രായേൽ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നോർത്തേൺ ഇസ്രായേൽ ഭാഗത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ ഓവർനൈറ്റ് ഇസ്രായേൽ ലെബനാന്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ബിന്ത് ജബീൽ അതുപോലെ സദൻ ലെബനാൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയത്. മൊസാദിന്റെ ഡയറക്ടർ ഡേവിഡ് ബാർണിയ പറഞ്ഞിരിക്കുന്നത് അവർ മിഷൻ വിൽ ഓൺലി ബി കംപ്ലീറ്റ് വെൻ ദ എക്സ്ട്രീമിസ്റ്റ് റെജീം ഇൻ ഇറാൻ ഈസ് റീപ്ലേസ്ഡ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് എക്സ്ട്രീമിസ്റ്റ് റെജീം ഇറാനിൽ നിന്നും റീപ്ലേസ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ ഈ മിഷൻ അവസാനിക്കുകയുള്ളൂ എന്നാണ് ഡേവിഡ് ബാർണിയ, മൊസാദിന്റെ ചീഫ്, പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഗാസ സിറ്റിയിൽ അൽ നക്കാഫ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹമാസിന്റെ പോലീസ് വെഹിക്കിൾ ഇസ്രായേൽ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതിനകത്ത് 5 ഹമാസ് ഭീകരരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോർത്തേൺ ഗാസ സിറ്റി ഭാഗത്താണ് ഈ അറ്റാക്ക് നടത്തിയത് ഇസ്രായേൽ. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.